വെൽക്കം ടു ബ്രമാക് ആൻഡ് ദിസ് ഇസ് GS. ഇന്ന് നമ്മുടെ കൂടെയുള്ള കാറ് BMW 140i M Sport. ഈ കാറും ഞാൻ കോപ്പാട്ടിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. കോപ്പാട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് മേളിൽ ഞാൻ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് വീഡിയോയുടെ റൈറ്റ് സൈഡിൽ ലിങ്ക് കൊടുക്കുക. അതിൽ കയറി കഴിഞ്ഞാൽ കോപ്പാട്ട് ഓപ്ഷൻ എന്താണ്, എങ്ങനെയാണ് വണ്ടി ലേലത്തിന് വിളിക്കുന്നത്, കാറ്റഗറി N എന്താണ്, S എന്താണ്, അതൊക്കെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അരോചകമായിട്ട് തോന്നും ചിലവർക്കൊക്കെ. അതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ പോവാണ്. എന്നാലും ജസ്റ്റ് ചെറിയൊരു ഗ്ലിംസ് കാണിക്കാം. നമുക്ക് കോപ്പാട്ട് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ UK ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി ഏത് കാറ്റഗറിയാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ലേലം വിളിച്ചെടുക്കാം. അങ്ങനെ വിളിച്ചെടുത്ത ഒരു വണ്ടിയാണ് ഇത്. ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വണ്ടിയുടെ ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വണ്ടിയുടെ പ്രശ്നം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ബാക്കിലാണ്. ഇതൊരു കാറ്റഗറി N വണ്ടിയാണ്. കാറ്റഗറി N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്ട്രക്ചറൽ. നമ്മുടെ ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡ് ഡോറിന് മാത്രം ആണ് ഒരു ചളുക്കമുള്ളത്. അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് റോഡിൽ ഇറക്കാം. എന്ന് പറഞ്ഞ് ഞാൻ മെയിൻ റോഡിലൊന്നും ഇറക്കിയിട്ടില്ല, അത് നമുക്ക് ലീഗലല്ല. റിപ്പയർ ചെയ്ത് MOT ചെക്ക് ഫുൾ കഴിഞ്ഞാൽ മാത്രമാണ് കാർ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ വീടിനടുത്തുള്ള റോഡായതുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് പോലും വെച്ചിട്ടില്ല. ഇല്ലീഗൽ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. നോൺ സ്ട്രക്ചർ വണ്ടി അങ്ങനെ ഇറക്കുന്നതാണ്. ഈ കാറ് റിയൽ വീൽ ഡ്രൈവ് ആണ്. അതായത് കാറിന്റെ ബാക്കിലത്തെ രണ്ട് സൈഡിലേക്കാണ് ഫുൾ പവർ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവനൊരു ഡ്രിഫ്റ്റിംഗ് രാജാവാണ്. ഈ വണ്ടി ഡ്രിഫ്റ്റിങ്ങിന് ചുമ്മാ പുല്ല് പോലെ നമുക്ക് എടുത്തോണ്ട് പോവാം. അതായത് ബാക്കിലേക്ക് ഫുൾ പവർ വരുന്നതുകൊണ്ട് ഈ കാറിന്റെ ബാക്ക് സ്ലൈഡ് ചെയ്യാനും സ്കിഡ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. നമുക്കതൊക്കെ ചെയ്താൽ നോക്കാം. അപ്പോൾ നമുക്ക് റീബിൽഡിലേക്ക് പോവാം. ഇവിടെ ഡോർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് 3 നട്ട്സ് ബോൾട്ട് സ്ക്രൂ എന്തോ അതാണുള്ളത്. ഇത് 8mm ബിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ 11mm 2 നട്ട് മേളിലും താഴെ. ഇത് 3 ഈ ഡോർ നിൽക്കുന്നത്. ഇതെടുത്ത് കഴിഞ്ഞാൽ ഡോറും കഴിക്കാം. ഓക്കെ, അടുത്തത് 11mm അല്ല കേട്ടോ, അടുത്തത് 14mm ആണ്. 14mm 2 സ്ക്രൂ, ഇത് രണ്ടും റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ഇലക്ട്രിക് കണക്ഷൻസ് വരുന്നത്. ഇലക്ട്രിക് കണക്ഷൻ റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ടോ, ഇതിങ്ങനെ താന്നിരിക്കുമായിരിക്കും. നമ്മളത് ലിഫ്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് കണക്ഷൻ ഫുള്ള് ഡോറിൽ നിന്ന് റിമൂവായി. നമ്മൾ 2 ബോൾട്ടും അഴിച്ചിട്ടുണ്ട്. പിന്നെ 14mm 2 ബോൾട്ടും ഇവിടുത്തെ 8mm ഒരു ബോൾട്ടും. ഇനി ഒന്നുമില്ല, ജസ്റ്റ് എടുത്ത് മാറ്റും. അങ്ങനെ നമ്മൾ ഡോറ് ലെഫ്റ്റ് സൈഡ് ഡോർ റിമൂവ് ചെയ്തിട്ടുണ്ട്. പുതിയ ഡോറ് വരും, ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്ത ഡോറ് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. നമ്മുടെ ഈ കാറിൽ എയർ ബാഗ് സിമ്പിൾ സൈൻ ഓൺ ആണ് ഡാഷ്ബോർഡിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈവർ റെസ്ട്രെയിൻ്റ് എന്നാണ്. ഫോൾട്ട് ചെക്കർ വെച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലാവാൻ സാധിച്ചത് നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റിയറിംഗ് വീലിലുള്ള എയർ ബാഗിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ സോക്കറ്റിന് ചെറിയ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ എയർ ബാഗ് ഫുൾ സെറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി തീരും. അപ്പോൾ അതിലേക്ക് പോവാം. ഇതാണ് ഡാഷ്ബോർഡിൽ കാണുന്ന നമ്മുടെ എയർ ബാഗ് സിമ്പിൾ. ഈ സിമ്പിൾ ഇവിടെയും വരുന്നുണ്ട്. ഇങ്ങനൊരു മെസ്സേജ് നമ്മുടെ സെൻട്രൽ കൺട്രോളിൽ പോപ്പപ്പ് ആവുന്നുണ്ട്. എയർ ബാഗ് തുറന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ബാറ്ററി ഫുള്ള് റിമൂവ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ഒരു ജഗ പുകയായിരിക്കും. എയർ ബാഗ് അഴിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ ഹോൾസ് ഉണ്ട്. അത് നമ്മൾ BMW തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ആ ഹോൾസിലേക്ക് നമ്മുടെ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഏകദേശം ഈ ഒരു പൊസിഷനിൽ ചെറിയൊരു സ്ലാൻഡിങ് ഇതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ അതിനകത്തുനിന്ന് ആ ഹോൺ ഇൻക്ലൂഡിങ് നമ്മുടെ എയർ ബാഗ് മൊഡ്യൂളിൽ ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ ഒരു കണക്ഷൻ വരുന്നത് എയർ ബാഗ് മൊഡ്യൂളിലേക്കുള്ള ഇലക്ട്രോണിക് സിഗ്നൽ. അത് ആ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ക്ലിപ്പ് ഒന്ന് വിടിപ്പിച്ച് കഴിഞ്ഞാൽ അതും ഊരിപ്പോരും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ആ ഹോളിലേക്ക്
സ്ക്രൂ ഡ്രൈവർ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിൽ ഒരു ക്ലിപ്പിലാണ് നമ്മുടെ ഈ എയർ ബാഗും ഹോണും ഇരിക്കുന്നത്. നമ്മളതിൽ ഞെക്കുമ്പോഴത്തേക്കും ആ സ്പ്രിങ് നമ്മുടെ ആ അതിൽ നിന്ന് ക്ലിപ്പിൽ നിന്ന് മാറി ഇങ്ങനെ നിൽക്കുവാണ്. അത് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട്, സെയിം തന്നെയാണ്. പുതിയ എയർ ബാഗ് വന്നിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ക്ലിപ്പ് ഉണ്ടോ, ഇത് നമ്മുടെ ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബാഗ് സെറ്റായി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഇന്റീരിയർ സ്ട്രിപ്പ് ചെയ്യണം. ഫുൾ ഇന്റീരിയർ സ്ട്രിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. അതിൻ്റെ വീഡിയോ മൊത്തം ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു ഭീമാകാരം വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാനത് വേറൊരു പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. കീപ്പ് ഓൺ സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പറഞ്ഞോട്ടെ, ഞാനത് ഇവിടെ വന്ന് അഴിച്ചോണ്ടിരിക്കുക. ഡോർ അഴിച്ചോണ്ടിരിക്കുക. ആ ഓ ഓക്കെ.